ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ മാസ്റ്റർ എഡ്ജ് വണ്ടി. അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു സൗണ്ട് വ്യത്യാസം, കംപ്രഷൻ ലീക്കായി പോവുക, വണ്ടി ഓട്ടത്തിൽ ഓഫാവുക, ആക്സിഡൻറ്റ് കുറയ്ക്കുമ്പോൾ ഓഫായി പോകും. ഇതൊക്കെയാണ് മെയിനായിട്ട് കംപ്ലയിൻ്റ് ആകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. നമുക്ക് ഇൻസുലേറ്ററിൻ്റെ ഭാഗത്തൊക്കെ ലീക്കേജ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് ഇൻസുലേറ്ററൊക്കെ മാറ്റി നോക്കിയായിരുന്നു. പക്ഷേ നമുക്ക് അതിൻ്റെ പ്രോബ്ലം വന്നതാണത് എൻജിൻ ഹെഡിൻ്റെ പ്ലഗ് വരുന്ന ഭാഗത്ത് ത്രെഡ് പോയേക്കണം ഇവിടുത്തെ. കാരണം പ്ലഗ് ടൈറ്റായിട്ട് നിൽക്കും, പക്ഷേ നമുക്ക് പുറമേ നമുക്ക് സെറ്റ് ചെയ്യുന്ന ആ പ്ലഗ് ടൈറ്റ് പോലെ കാണിക്കും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ലീക്കേജ് കാണിക്കുന്നുണ്ട്, ത്രെഡ് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് വന്ന റീസൺ കേട്ടോ. അപ്പോൾ അതൊന്ന് ലെയ്ത്തിൽ കൊടുത്തിട്ട് നമുക്കൊന്ന് ത്രെഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു താമസം വരും. ത്രെഡ് ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എൻജിൻ്റെ ഹെഡ് ഭാഗം നമുക്ക് അഴിച്ചാലാണ് അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. നിലവിൽ ആ ഒരു കംപ്ലയിൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ. വാൽവ് ലീക്കേജ് കാര്യങ്ങളൊന്നും തോന്നുന്നില്ല, പ്രത്യക്ഷത്തിൽ വേറെ പ്രശ്നം കാണുന്നില്ല. അപ്പോൾ കാരണം നിലവിൽ ആ പ്ലഗ് ത്രെഡ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ടാവും. നമ്മൾ കഴിക്കുമ്പോൾ കൂട്ടത്തിൽ അതിൻ്റെ ഗ്യാസ്കറ്റ് റബ്ബർ അതൊക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അതും കൂടി മാറ്റി ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. പ്രതീക്ഷിക്കുന്ന എസ്റ്റിമേറ്റും കൂടി വാട്സപ്പിൽ ഇട്ടേക്കാം കേട്ടോ. നോക്കിയിട്ട് റിപ്ലൈ ചെയ്താൽ മതി. എന്തെങ്കിലും 2 ദിവസം താമസം വരും, ലേറ്റ് വർക്കൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം താമസം എന്തെങ്കിലും പിടിക്കും. ഓക്കെ.